ശ്രീ ഞാൻ ജോഷി പറയാം, കൈക്കൊണ്ടോ? സത്യമേ ജയിക്കൂ, സത്യം മാത്രമേ ജയിക്കൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. കാരണം ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിന്റെ മുന്നിൽ നിന്നാണ്, ഇരുട്ടിന്റെ മറവിൽ നിന്നല്ല ഞങ്ങളതെല്ലാം പറഞ്ഞിരിക്കുന്നത്. കാരണം സത്യം നമ്മൾ കണ്ട് അനുഭവിച്ച ആളുകളാണ്. നമ്മൾ പറയാനായിട്ടുള്ള സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് പൊതുസമൂഹത്തിന് അറിയാമായിരുന്നു. പക്ഷെ കോടതിയിലേക്ക് വരുമ്പോഴാണല്ലോ അതിനൊരു വിധി ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും സത്യം മാത്രമാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത്. അന്തിമ വിജയം സത്യത്തിനാക്കി. നമുക്കറിയാമല്ലോ, സൂര്യനെ കൈകൊണ്ട് മറച്ചു പിടിച്ച് എത്ര നേരം നമുക്കത് തടഞ്ഞു വെക്കാൻ പറ്റും? സൂര്യൻ പുറത്തു വരും, വെളിച്ചമുണ്ടാവും. ആ സത്യം മാത്രമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ തീർച്ചയായും. എന്നോട് ആ, പറഞ്ഞോളൂ എനിക്കുണ്ടായ പറഞ്ഞോളൂ. ആ ഒരു എന്താ പറയാ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത്, അത് ഞാൻ എന്താ പറയാ പുച്ഛത്തോടെ തള്ളിക്കളയാണ്. കാരണം എന്റെ കൂടെ സത്യമറിയാവുന്ന സ്കൂളിലെ പേരൻസ്, അതായത് മുഴുവൻ കുട്ടികളുടെ പേരൻസ് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും നമുക്ക് നെഗറ്റീവായിട്ട് ഒരു കാര്യവും പറഞ്ഞില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത്, പിന്നോട്ട് പോയാൽ ഞങ്ങളുടെ കുട്ടികളെ മാറ്റും എന്നുള്ള നിലപാട് അറിയിച്ച പാരന്റ്സുകളുമുണ്ട്. അതായത് ഒരു കുട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് വേണ്ടിയോ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കം ലംഘിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശവും മറ്റ് പാരന്റുകളിൽ നിന്ന്, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്.